കാരണം സ്വന്തം കാര്യത്തിൽ അവിടുന്ന് കളവ് പറഞ്ഞിട്ടില്ല. അതിന് ശത്രുക്കളുടെ സാക്ഷ്യമുണ്ട്. ലോക ചരിത്രം അതിന് തെളിവ് നൽകുന്നു. സ്വന്തം കാര്യത്തിൽ പോലും കള്ളം പറയാത്ത ഒരാൾ എങ്ങനെയാണ് ദൈവസംബന്ധിയായി കള്ളം പറയുക എന്നത് വലിയൊരു ചോദ്യം. അതുകൊണ്ടാണ് പലപ്പോഴും കളവ് പറയുകയാണെന്ന് ആരോപിക്കുന്നവർ പോലും അവരുടെ സ്വകാര്യതകളിൽ അള്ളാഹുവിന്റെ റസൂലിനെ അംഗീകരിക്കും. വലീദ് ഇബ്നു മുഗീറ അങ്ങനെയായിരുന്നു. അദ്ദേഹം അന്നത്തെ ഏറ്റവും നല്ല യുവ നേതാവായിരുന്നു. ജിന്നുകളുടെ സാഹിത്യവും ഗന്ധർവ ഗാനവും മനുഷ്യ സാഹിത്യവും ഏറ്റവും കൂടുതൽ അറിയുന്ന അറബി പ്രമുഖനായിരുന്നു. ഖുർആന്റെ ചില വചനങ്ങൾ കേട്ട മാത്രയിൽ അദ്ദേഹം പിന്നീട് പറയുന്നത് ഇതൊരിക്കലും മനുഷ്യ സൃഷ്ടിയല്ല. അദ്ദേഹം വർണ്ണിച്ച ചില വാക്കുകളൊക്കെ ഉണ്ട്. ഈ പരിശുദ്ധ ഖുർആന് വളരെ ബലമേറിയ കാണ്ഡമുണ്ട്. അതിന്റെ റൂട്ടുകൾ ആകെ ഭൂമിയിൽ പരന്നു കിടക്കുകയാണ്. അതിന്റെ ശിഖരങ്ങൾ നേൽവിരുത്തിക്കൊണ്ട് എല്ലായിടത്തും എത്തിച്ചേരുന്നു. അതിനെ തടയാൻ പറ്റൂല. അദ്ദേഹത്തോട് എതിർപ്പ് പറഞ്ഞു ശത്രുക്കൾ, നിങ്ങൾ നമ്മുടെ യുവരാജാവാണ്, അബൂജഹലിന്റെ ശേഷം നേതൃരംഗത്തേക്ക് കടന്നു വരേണ്ടയാളാണ്. ഇതൊക്കെ പറയുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, എനിക്കറിയാതൊക്കെ, പക്ഷെ എനിക്ക് എന്റെ ആത്മാവിനെ വഞ്ചിക്കാൻ കഴിയില്ല. ഞാൻ ഇത്രമേൽ മനോഹരമായൊരു വചനം ഇതിന്റെ മുന്നേ കേട്ടിട്ടില്ല.